ന്യൂസിലൻഡിൽ പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമാണോ? ഏതൊക്കെ പാർട്ട് ടൈമാണ് നമുക്കിവിടെ കിട്ടുക? നിങ്ങൾക്കറിയാവുന്ന പോലെ സ്റ്റുഡൻറ്റ് വിസയിൽ ന്യൂസിലൻഡിൽ വരുന്ന ഒരാൾക്ക് വീക്ക്ലി 20 അവേഴ്സാണ് പാർട്ട് ടൈം ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യലി അലൗ ചെയ്യുന്നത്. നോർമലി 2 കൈൻഡ് ഓഫ് പാർട്ട് ടൈംസ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഒന്ന് പെർമനൻറ്റ് പാർട്ട് ടൈം, ദെൻ കാഷ്വൽ. മേജറായിട്ടും 5 കൈൻഡ് ഓഫ് ജോബുകളാണ് ന്യൂസിലൻഡിലുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് റീറ്റെയിൽ ജോബ്സ്. റീറ്റെയിൽ ജോബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെയർ ഹൗസ്, വൂൾസ് വർത്ത്, ന്യൂ വേൾഡ്, പാക്ക് ആൻഡ് സേവ്, ഫോർ സ്ക്വയർ ആൻഡ് ഇന്ത്യൻ സ്റ്റോഴ്സ് അങ്ങനെയുള്ള സ്റ്റോറുകളിൽ. അടുത്തൊരു മെയിൻ കാറ്റഗറി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ്, കഫേസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തൊരു കാറ്റഗറി എനിക്ക് തോന്നിയതാണ് ക്ലീനിങ് ജോബ്സ്. അടുത്തൊരു കാറ്റഗറി എനിക്ക് തോന്നിയേക്കുന്നതാണ് ഹെൽത്ത് കെയർ. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് പെട്രോൾ പമ്പുകളിലുള്ള ജോലിയാണ്. ഇതെല്ലാം കൂടാതെ ബേബി സിറ്റിങ്, സ്കൂൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, വെയർ ഹൗസ് ജോബ്, ബ്രാൻഡ് അംബാസിഡർ, മാനുഫാക്ചറിങ് ഏരിയയിലുള്ള ജോബ്സുകൾ, പിന്നെ സീസണൽ ജോബ്സ്, ഇതൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസോ കോളേജസോ ഒക്കെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അഡ്മിൻ അല്ലെങ്കിൽ ഓഫീസ് യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവരും പോസ്റ്റ് ചെയ്യാറുണ്ട്. പിസ്സ ഹട്ട്, ഡോമിനോസ് പിസ്സ അങ്ങനെ തുടങ്ങിയ പിസ്സ ഡെലിവറീസ് എല്ലാം സ്റ്റുഡൻസിന് അലൗഡ് ആണ്.